നവംബർ 2 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സെക്കോൺ IAF മാരത്തോണിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലുലു മോളിലായിരിക്കും, റേസ് ഫിനിഷ് ചെയ്യുന്നത് അവിടെ തന്നെ ആയിരിക്കും. ഹാഫ് മാരത്തോണിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം 4:30, റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5:30 ആയിരിക്കും. അതുപോലെ തന്നെ 10Kയുടെ റിപ്പോർട്ടിംഗ് ടൈം 5:15, റേസ് സ്റ്റാർട്ട് 6:15. 5Kയുടെ റിപ്പോർട്ടിംഗ് ടൈം 6 മണിയാണ്, റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിയായിരിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാർട്ടിംഗ് ലൈൻ എത്താൻ ശ്രമിക്കുക. ഏതൊരു മാരത്തോൺ ഇവൻറ്റും വരുന്ന പോലെ തന്നെ ഹൈഡ്രേഷൻ സപ്പോർട്ട് ഈ ഇവൻറ്റിനും ഉണ്ടായിരിക്കും എന്ന് ഓർഗനൈസേഴ്സ് അഷ്യൂർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഹൈഡ്രേഷൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. ലുലു മോളിൻ്റെ ഓപ്പൺ പാർക്കിംഗ് ഏരിയയിൽ നിന്നായിരിക്കും റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ കഴക്കൂട്ടം ഡയറക്ഷനിലോട്ടായിരിക്കും ഓടുന്നത്. 2.5Kയിൽ യു ടേൺ ഉണ്ട്, 5Kയിൽ യു ടേൺ ഉണ്ട്. ലോങ്ങർ ഡിസ്റ്റൻസസ് ഓടുന്നവർക്ക് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടൊരു യു ടേൺ ഉണ്ടാവും. ലോങ്ങർ ഡിസ്റ്റൻസ് ഉള്ളവർ യു ടേൺ കഴിഞ്ഞ് തിരിച്ച് ചാക്ക ഫ്ലൈ ഓവർ വരെ വന്ന് അവിടെ നിന്ന് യു ടേൺ എടുത്തായിരിക്കും ഫിനിഷ് ലൈനിലോട്ട് പോകുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ റേസ് ഒരു നോൺ ടൈംഡ് റൺ ആയതുകൊണ്ട് തന്നെ RFID ടാഗുള്ള ബിബ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ബിബും ടീഷർട്ടും ഉണ്ടാവും. അത് കളക്ട് ചെയ്യാൻ നിങ്ങൾ പോകേണ്ട ഡെക്കാത്തലോൺ ട്രിവാൻഡ്രം ഉള്ളൂരുള്ള ഔട്ട്ലെറ്റിലാണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഒക്ടോബർ 31 നവംബർ 1 രാവിലെ 10-നും 5-നും ഇടയ്ക്ക് പോയാൽ നിങ്ങളുടെ ബിബും റേസ് ടീഷർട്ടൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനീ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇമെയിൽ കൺഫർമേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ വരുന്നുണ്ടാവും. ഓർഗനൈസേഴ്സ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒത്തിരി രജിസ്ട്രേഷൻസ് ട്രിവാൻഡ്രത്ത് വന്നുകൊണ്ടാണ് അവർ നേരത്തെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. സോ അതുകൊണ്ടായിരിക്കണം ഇമെയിൽ വരാനൊരു ഡിലേ ഉണ്ടാവുന്നത്. എന്തായാലും ഇമെയിൽ നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലോട്ട് വരുന്നുണ്ടാവും. ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തവരെല്ലാം കഴിയുന്നതും ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഒരു ഗ്രാൻഡ് സക്സസ് ആക്കാൻ നോക്കുക. കാരണം മേ ബി നമ്മൾ ഇത്ര രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നെക്സ്റ്റ് ഇയർ അവർക്ക് ഈ ഇവൻറ്റ് തിരിച്ച് ട്രിവാൻഡ്രത്ത് ഇതിനേക്കാളും ഗ്രാൻഡായിട്ടൊരു ഫുൾ മാരത്തോണൊക്കെ ആഡ് ചെയ്ത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവും. സോ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും കഴിയുന്നതും ഇവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും അപ്ഡേറ്റ്സും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഇവൻറ്റിന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.